ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂവീസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നാടൻ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ മത്തിമീനാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മീനാണോ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് വാങ്ങി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ചിരകിയ തേങ്ങ, പെരുംജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് ചെറിയ 2 തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കൂടെ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൂട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയ ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇത് അരച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ട് അതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ബ്രൗൺ നിറത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി ഒന്ന് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വേകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവാനായിട്ട് വെക്കാം. അപ്പോൾ വെന്ത ആ കറിയിലേക്ക് നമുക്ക് നമ്മുടെ മത്തിമീനൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവാനായിട്ട് വെക്കാം. ഒന്ന് തിളക്കാനായിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വറവിനാവശ്യമായിട്ട്. ചിലർ ആദ്യം എണ്ണയിലും ഉള്ളി മൂപ്പിക്കുന്നതുകൊണ്ട് ചിലർ വറവൊന്നും ഇടാറില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറവിടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് എണ്ണ ചൂടാക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ രീതിയിലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാൽ കരിയാനും പാടില്ല. അപ്പം നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറവ് ഇട്ടു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്കിതുപോലെ തേങ്ങാക്കറി വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.